നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നമുക്കിപ്പോൾ ജ്ഞാന കർമ്മ സന്യാസ യോഗം എന്ന 4-ാം അധ്യായമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 13 ശ്ലോകം വരെ നാം ശ്രദ്ധിച്ചു. നമുക്ക് തുടർന്ന് നോക്കാം. നഗുരൂരധികം തത്വം നഗുരൂരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 13-ാം ശ്ലോകം വരെയാണ് നാം ശ്രദ്ധിച്ചത്. കഴിഞ്ഞ് അതിനോട് ചേർന്ന് വന്ന ചാതുർവർണ്ണയത്തെപ്പറ്റി നാം ഗീതാകാരൻ പറഞ്ഞത് നാം ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ നാം അവസാനമായി ശ്രദ്ധിച്ചത് ചാതുർവർണ്ണയം ജാതി വ്യവസ്ഥയിലേക്ക് വഴിമാറുകയും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് തന്നെ അപമാനമായി മാറുകയും ചെയ്തു എന്നാണ് നാം പറഞ്ഞു നിർത്തിയത്, ശ്രദ്ധിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വാസ്തവത്തിൽ ജാതി എന്ന തരംതിരിവ് വർണ്ണവ്യവസ്ഥയാണെന്ന് തെറ്റിദ്ധരിച്ചതാണ്, അഥവാ ധരിപ്പിച്ചതാണ് ഈ അവസ്ഥ അസംജാതമാകാൻ കാരണം. വേദം മുതലേ ഈ ജാതി ചിന്തയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടാൻ ചിലർ വേദത്തിലെ മന്ത്രം പ്രമാണമാക്കുന്നു. ഋഗ്വേദത്തിലെ ഒരു മന്ത്രമുണ്ട്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃതഃ ഊരുതസ്യ യദൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ഋഗ്വേദത്തിലെ മന്ത്രമാണ്, ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥം, ബ്രാഹ്മണൻ സമൂഹ പുരുഷൻ്റെ ശിരസ്സാകുന്നു, അതിൻ്റെ കൈകൾ ക്ഷത്രിയനും ഊരുക്കൾ വൈശ്യനുമാകുന്നു, പാദങ്ങളാകട്ടെ ശൂദ്രനും എന്നാണ്. ഇതിന് തൊട്ട് മുൻപത്തെ ശ്ലോകത്തിൽ മന്ത്രത്തിൽ മനുഷ്യ സമൂഹത്തെ ഒരു പുരുഷനായി ആലങ്കാരികമായി വർണ്ണിക്കുന്നുണ്ട്. ആ ആലങ്കാരിക വർണ്ണനയുടെ തുടർച്ച മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുക. എന്നാൽ ബ്രാഹ്മണർ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുണ്ടായവരാണെന്നും ശൂദ്രർ പാദങ്ങളിൽ നിന്നുണ്ടായതാണെന്നും മറ്റും സംസ്കാര വിരോധികൾ ആരോപണം ഉന്നയിച്ചു. ജനനം കൊണ്ട് ആർക്കും ഒരു ജാതിയും ഉണ്ടാകുന്നില്ലെന്ന് വൈദിക സംസ്കൃതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഋഗ്വേദത്തിൽ അത് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഋഗ്വേദത്തിൽ പറയുന്നത് എന്താണ്? ശ്ലോകം ഞാൻ അത് പറയാം. ഞാനത് ശില്പിയാണ്, എൻ്റെ അച്ഛൻ വൈദ്യനാണ്, അമ്മ അരകല്ല് കൊണ്ട് ഗോതമ്പ് പൊടിക്കുന്നു, പശുക്കൾ പല മേച്ചിൽപ്പുറ സ്ഥലങ്ങളിലും ചുറ്റിത്തിരിയുന്നത് പോലെ ഞങ്ങളും പല ജോലികളെടുത്ത് ധനവും സൗഖ്യവും സമ്പാദിക്കുന്നു. ഹേ ഈശ്വര, ഞങ്ങളുടെ സുഖത്തിനായി അങ്ങ് അനുഗ്രഹിക്കണമേ. ഋഗ്വേദത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ശൂദ്രൻ വേദം പഠിച്ചാൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് വേദത്തിൽ പറഞ്ഞിട്ടില്ല, മനുസ്മൃതിയിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് വേദം പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വേദപഠനത്തിലൂടെ മാത്രമേ യഥാർത്ഥ വർണ്ണത്തെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അതിന് ഏവർക്കും കഴിയണം താനും. ഇതിനുള്ള പ്രമാണം വേദങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാം. ശ്രദ്ധിക്കാം. നമുക്ക് യജുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. യഥേമാം വാചാം കല്യാണി മാവദാനി ജനേഭ്യഃ ബ്രഹ്മരാജന്യാഭ്യാം ശൂദ്രായ ചര്യായ ച സ്വായ ചാരണായ ച. യജുർവേദത്തിൽ 26-ാം അധ്യായത്തിൽ 2-ാം ശ്ലോകമായിട്ട് വരുന്നതാണത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എല്ലാ ലോകരുടെയും ഹിതത്തിനായി ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ശൂദ്രന്മാർക്കും വൈശ്യർക്കും സ്വന്തം ആളുകൾക്കും ശത്രുക്കൾക്കും വേണ്ടി പോലും വേദം പഠിപ്പിക്കുവാൻ കഴിയുമാറാകട്ടെ എന്നാണ് ചാതുർവർണ്ണയത്തിൽ പറഞ്ഞാൽ 4 വിഭാഗങ്ങൾക്കും എല്ലാവർക്കും അവരുടെ ബന്ധുക്കൾക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈയം ഉരുക്കി ഒഴിക്കലും മറ്റു കാര്യങ്ങളും വേദത്തിന് ബാധകമല്ലെന്ന് വരുന്നു. കാരണം ധർമ്മജിജ്ഞാസ മാനാനാം പ്രമാണം പരമം ശ്രുതി മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന സ്മൃതിവാക്യമുണ്ടല്ലോ. ധർമ്മം അറിയണമെന്നുള്ളവർക്ക് പരമപ്രമാണം ശ്രുതി അഥവാ വേദം തന്നെയാണെന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്.
ഭാരതത്തിൻ്റെ ശാസ്ത്രങ്ങൾ ഒട്ടാകെ പരിശോധിച്ചാൽ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് വർണ്ണം ഉണ്ടാകുന്നതെന്ന് വ്യക്തമാണ്. വർണ്ണോ വൃണോദേ നിരുക്തത്തിൽ വിവരിക്കുന്നതാണ്. വർണ്ണമെന്ന യാസ്കൻ നിരുക്തത്തിലും ചൂണ്ടിക്കാട്ടിയത്. ഐതരേയ ബ്രാഹ്മണത്തിൽ വരുന്ന കവശൻ ദാസിയുടെ പുത്രനായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ മഹർഷിയായിട്ടാണ് ഐതരേയ മഹീദാസൻ എന്ന ഉപനിഷത്ത് വിളിച്ചത്. മഹാഭാരതത്തിൽ വനപർവ്വത്തിലെ പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. വ്യാസൻ്റെ കാര്യമാണ്. വ്യാസൻ മുക്കുവക്കിടാത്തിയുടെ മകനായി ജനിച്ചു. ശോഭാഖ്യനായി അഥവാ ചണ്ടാള സ്ത്രീയുടെ മകനായി പരാശരനും ജനിച്ചു. അങ്ങനെ ജന്മനാ ദ്വിജന്മാരല്ലാത്ത അനവധി പേർ ബ്രാഹ്മണരായി തീർന്നു. മറ്റൊരു മഹാഭാരത വചനം നമുക്ക് ശ്രദ്ധിക്കാം. വസിഷ്ഠൻ്റെ കാര്യമാണ്. ഗണികാഗർഭസംഭൂതോ ശിഷ്ടച്ച മഹാമുനി തപസ്സ ബ്രാഹ്മണോ ജാത സംസ്കാരസ്തത്ര കാരണം. അതായത് വസിഷ്ഠൻ ഗണികയുടെ മകനായിരുന്നു. എന്നാലും തപസ്സാകുന്ന ഗുണകർമ്മം കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനായി തീർന്നു. ഇതിനെല്ലാം കാരണം സംസ്കാരമാണ്. മഹാഭാരതത്തിൽ അനുശാസന പർവ്വത്തിൽ വിശ്വാമിത്രൻ ബ്രാഹ്മണനായകത പറയുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. ക്ഷത്രിയ വംശത്തിൽ ജനിച്ച വിശ്വാമിത്രൻ മുതലായവർക്ക് അനശ്വരമായ ബ്രഹ്മത്വമെന്ന ബ്രാഹ്മണത്വം ലഭിച്ച കാര്യം അങ്ങ് പറഞ്ഞുവല്ലോ. നോക്കൂ, ഈ വർണ്ണം ജാതിയല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ശ്ലോകഭാഷ്യങ്ങൾ ഇത്ര എഴുതിയത്. മഹർഷി ദയാനന്ദ സരസ്വതി, അരവിന്ദ മഹർഷി എന്നീ വേദപണ്ഡിതന്മാരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വേദ അന്തർഗതമായ വർണ്ണാശ്രമ സംവിധാനം സ്മൃതിയും അതേപടി സ്വീകരിച്ച് കാണുക. ഇതേ കാര്യം മനുസ്മൃതിയിലും പറയുന്നു. ഇത്രയും ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിച്ചത് ചാതുർവർണ്ണ്യം അങ്ങനെ ജാതി പറയുന്നില്ല എന്നുള്ളതാണ്. ജന്മന ആരും ഒരു ജാതിയിലും ജനിക്കുന്നില്ല എന്നതാണ്. മനുസ്മൃതിയിൽ പറയുന്ന ഒരു ശ്ലോകം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ചാതുർവർണ്ണ്യം ത്രയോ ലോകാശ്രമാത് പൃഥക് ഭൂതം ഭവ്യം ഭവിഷ്യം ച സർവം വേദാത് പ്രസിദ്ധ്യതി. ഇതിൻ്റെ അർത്ഥം ചാതുർവർണ്ണ്യം, ലോകത്രയം, ചതുരാശ്രമങ്ങൾ ഇവയോടൊന്നും വേദത്തിൽ നിന്ന് സിദ്ധമാകുന്നു. ഇവ ഓരോന്നും മാത്രമല്ല, കഴിഞ്ഞതും നിലവിലിരിക്കുന്നതും വരാൻ പോകുന്നതുമെല്ലാം വേദത്തിൽ നിന്ന് തന്നെ സംഭവിക്കുന്നു. അതിനാലാണ് ഇവയുടെ എല്ലാം പരമ്പര എന്നിലാണെങ്കിലും അവ്യക്തനായ എന്നെ അകർത്താവെന്നറിയുന്നുവെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞതും വേദനിഷ്ഠമായത് ഭഗവാൻ പിന്തുടരുന്നുവെന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ ഭഗവാന് യാതൊരു ഫലാസക്തിയുമില്ലെന്ന് സാരം. ഇത് പറയാനാണ് ജാതിയില്ലെന്നും ഈ ഭഗവാന്റെ കാര്യവും പറയാൻ വേണ്ടിയാണ് ഇത്രയും ഉദാഹരണങ്ങൾ നാം പറഞ്ഞത്. ആരും ഒരു ജാതിയിലും ജനിക്കുന്നില്ല, എല്ലാം ചാതുർവർണ്ണ്യമെന്ന മനുസ്മൃതിയിൽ ചാതുർവർണ്ണ്യമൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ചത് കൊണ്ടാണ് ജാതി വ്യവസ്ഥ എന്ന ചിന്ത തന്നെ വന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. നമഃശിവായ. നമസ്കാരം. ഗുരുപാദാരം എന്തെങ്കിലും സമർപ്പിക്കുന്നു. ശുഭസുദിനം.